ആണിനാണോ പെണ്ണിനാണോ കൂടുതൽ ഫേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഭയങ്കര രസമുള്ളൊരു സംഭവമായിരിക്കും. പെണ്ണിനായിരിക്കും ഉറപ്പായിട്ടും ഫേക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്നറിയോ? ആണുങ്ങൾക്ക് ഓർഗാസം ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾക്ക് ഓർഗാസം ഒക്കെ ഫേക്ക് ചെയ്യാൻ പറ്റും. ഓർഗാസം മാത്രമല്ല, ഇപ്പോൾ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് എടുത്ത് നോക്കുക. താല്പര്യം ഇല്ലെങ്കിൽ പോലും താല്പര്യം ഉള്ള പോലെ അഭിനയിച്ച് അങ്ങനെ അവർക്ക് സെക്സിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആണുങ്ങൾക്ക് പറ്റത്തില്ല. ആണിന് താല്പര്യം ഇല്ലെങ്കിൽ അത് അവന്റെ ഇറക്ഷനെ ബാധിക്കും. മറ്റവർക്ക് ആ പ്രശ്നമില്ല. ഈ ലൂബ്രിക്കേഷൻ എന്ന സ്ഥലത്ത് മാത്രമേ വിഷയം വരത്തുള്ളൂ. പക്ഷെ അപ്പോഴും ആണ് താല്പര്യം ഉണ്ടെങ്കിൽ അവന്റെ ഈ ലൂബ്രിക്കൻ്റ് വെച്ചത് അഡ്ജസ്റ്റ് ആവും. എങ്ങനെ നോക്കിയാലും ഈ പറ്റിക്കൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. പല ആണുങ്ങളും വിചാരിച്ചേക്കുന്നത് അവരുടെ താമസിക്കുന്ന പെണ്ണിന് അല്ലെങ്കിൽ അവരോട് സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുന്ന പല പെണ്ണുങ്ങൾക്ക് അവരോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഉണ്ട് എന്നാണ്. എങ്കിൽ ഞാനൊരു കാര്യം പറയാം, പലരും വെറുതെ കാണിക്കും. അവർക്ക് നിങ്ങളോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ചുമ്മാ ആയിരിക്കും. അല്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ സംഭവിക്കും. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ വിവാഹിതരായ ആൾക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനത്തെ പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലുമാണ്. അല്ലാതെ നോർമലി രണ്ടുപേരും നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാത്ത കേസുകളിൽ ആണുങ്ങൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഈ ഏരിയയിൽ സെക്സ് എന്ന് പറയുന്ന ഏരിയ ഫേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഏരിയയും ഫേക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നല്ല ഇന്റർ കണക്റ്റഡ് ആണല്ലോ. പല ആണുങ്ങൾക്കും ചിലപ്പോൾ ഇതിനകത്ത് ഫേക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ നാച്ചുറലി അവർക്ക് ഈ പറഞ്ഞതുപോലെ അഭിനയിച്ച് ഈ പ്രകടനങ്ങളിലൂടെ ആൾക്കാരെ പറ്റിച്ച് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ നടക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്താ, അവര് കുറച്ചും കൂടി അതിന് എന്തുകൊണ്ട് സാധ്യത കുറവാന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങുന്നു. മനസ്സിലാകുന്നുണ്ട്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിന്റെ അടുത്ത ഇത് തൊട്ട് മുമ്പുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നല്ലപോലെ സംസാരിച്ചിരിക്കുക, ചിരിച്ച് കാണിക്കുക, ഭയങ്കര ലവ് ഉള്ളതുപോലെ ഫീൽ കൊടുക്കുക. ഇതൊന്നും ചിലപ്പോൾ ആ സ്റ്റേജിലും ഈ ആണ് ഫേക്ക് ചെയ്യുന്നത് കുറവാകാനല്ലേ സാധ്യത. കാരണം അടുത്ത സ്റ്റെപ്പ് അവന് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഓർഗാസം ഒക്കെ എങ്ങനെയാ ഫേക്ക് ചെയ്യാൻ പറ്റുന്നത്? പെണ്ണുങ്ങൾ ചെയ്യും. ഓർഗാസം ഫേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എത്രയോ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആളെ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഇത് പറ്റത്തില്ല, ആണുങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ. എല്ലാവരും പറയും ശരിയാ, ഏത് പെണ്ണെ കണ്ടാലും കയറി പൂച്ചു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഒരു പ്രാവശ്യം വല്ലതും പറ്റുമായിരിക്കും ചിലപ്പോൾ, അല്ലെ പിന്നെ അങ്ങനത്തെ വല്ല കഴപ്പ് മൂത്ത് അത്രയും ഒരു നിവൃത്തിയില്ലാതിരിക്കുന്നവനൊക്കെ ചിലപ്പോൾ എല്ലാം കാണിക്കുന്ന പോലെ അല്ലല്ലോ ഒരു വിവാഹ ബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലോ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. വിവാഹത്തിലാണ് കൂടുതലും ഫേക്ക് ഓർഗാസും ഫേക്ക് ലവ് സീൻസും ഫേക്ക് അപ്രിസിയേഷനും അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള എന്താ പറയണ്ടേ ഇത്തിരി എന്താ പറയുക എല്ലാം എല്ലാം മൊത്തത്തിലെടുക്കാം. അവിടെ ഉള്ള പുരുഷന്മാരും അവിടെയുള്ള സ്ത്രീകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ള സ്ത്രീയും പുരുഷനെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോവിന്ദചാമിക്കാതൊന്നും ആവശ്യമില്ല. നമ്മൾ ഗോവിന്ദചാമികളെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. നോർമലി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾ കാണുന്ന സാധനമല്ല, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ ഈ കൈകളിൽ കാണുന്ന ചുവപ്പ് ആർത്തവ രക്തമൊന്നുമല്ല, അതിവിടെ ലൈറ്റ് കത്തിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ചുവപ്പ് കാണുന്നത്. ആർത്തവം എന്ന് പറയുന്നത് ഒരു അശുദ്ധിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇതുള്ളതാ. എത്രയോ സ്ത്രീകളാണെന്നറിയോ ഫേക്ക് ആയിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി ലൈഫിൽ. എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ നിൽക്കേണ്ടി വരുന്നത്? പലരും ഏർണിംഗ് ആണ്, എന്നാൽ പോലും ഈ പ്രൊവൈഡ് ചെയ്യുന്ന ആള് നല്ലപോലെ കാശുള്ളവനാണെങ്കിൽ ഈ ഫേക്ക് ഒക്കെ കളിച്ചവിടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. കള്ളങ്ങൾ പറയുന്നതും അഭിനയിച്ച് ജീവിക്കുന്നതും ഒക്കെ ഉള്ള ഒരു അവസ്ഥ, ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അത്? അതിനൊക്കെ അങ്ങനെ കുറച്ചാണ് ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുരടിച്ചു പോകത്തില്ലേ? ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പാർട്ട്ണറിലൂടെ ഇങ്ങനെ കള്ളം പറഞ്ഞും എപ്പോഴും ഇങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നിൽക്കുന്നവർ നിന്നിട്ട് അതുപോലെ തന്നെ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ഫേക്ക്. അത് പുരുഷനധികം ചെയ്യാൻ പറ്റത്തില്ല, ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അത് ഉറപ്പാ. അവനെ കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റും, വേണമെങ്കിൽ വേറെ എവിടെയും പോയി ഇതുപോലത്തെ പ്രാന്തന്മാർക്കൊക്കെ വല്ലതൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ഈ പറയുന്ന ബന്ധങ്ങളിൽ അത് പറ്റത്തില്ല. അത് പറ്റുന്ന സ്ത്രീക്ക് മാത്രമേ കാണത്തുള്ളൂ. നോക്കിയോ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആണുങ്ങൾ ഫേക്ക് ഓർഗാസം ഉണ്ടാക്കിയത്? അയ്യോ, എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ശരിയാ, ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇജാക്കുലേഷൻ ഒക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? എന്നാലും അത് അയാളുടെ ഒരു ഫിസിക്കൽ നീഡിന് മാത്രം വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൂട്ടുന്ന പരിപാടികൾ അവതരിപ്പിക്കുന്നവരുണ്ടാവും കേട്ടോ ആണുങ്ങൾ. ശരിയാ, അല്ലെങ്കിൽ പെയ്ഡ് സെക്സ് അത്ര അങ്ങോട്ട് ശരിയാകത്തില്ല. പക്ഷെ എന്നാലും അതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതാണ് പറഞ്ഞത് ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകത. ഇത് അവർക്ക് ഏത് സമയത്ത് വേണേലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റും. ആണെങ്കിൽ ഒരു പരിധി കൂടുതൽ പറ്റിക്കാൻ പറ്റത്തില്ല. അവൻ ആ ഒരു പ്രോസസ്സ് മാത്രമല്ല, അതിന് അവിടെ വരെ എത്തിക്കുന്ന സ്ഥലത്ത് പോലും അവരുടെ താല്പര്യങ്ങൾ അധികവും എന്താ പറയാ, പിന്നെ ഒന്നോ രണ്ടോ ഇന്ററാക്ഷൻ കഴിയുമ്പോൾ അവർ നിർത്തും. അവരുമായിട്ട് സെക്ഷലി പറ്റുന്നില്ലെങ്കിൽ അവർ നിർത്തിപ്പോകും. കാരണം അവന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല.
അവനൊരു എന്താ പറയണ്ട ഒരു ഈ പറഞ്ഞ ശരിയാ, ചുമ്മാ ഫിസിക്കലായിട്ട് വല്ലതും വെറുതെ കിട്ടുന്നത് പോയി എന്തിനും കാണിക്കാൻ നിവൃത്തികളുള്ള ഒരാൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അല്ലാത്ത ഒരാൾ അതിനകത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് നിൽക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു ആവശ്യമുള്ള പോലെ തോന്നുന്നു. അത് ഇവിടുത്തെ ഈ ഇൻഡിപെൻഡന്റ് ആവാത്തതുകൊണ്ടും അല്ലെന്നേ, പെണ്ണുങ്ങള് വളരെ വെറുതെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറെ പേര്. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അല്ലെ നോക്ക്, എല്ലാവരുടെയും ജീവിതം എടുത്ത് നോക്ക്. ഇവിടെ പലരും ഈ വീഡിയോ കാണുന്നവർക്ക് വരെ ഉണ്ടാവും അങ്ങനത്തെ അനുഭവങ്ങൾ. അത് ആ ഇന്റിമസി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരോട് ജീവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീല്, അല്ലെങ്കിൽ എന്താ പറയാ, പല ഈ പറഞ്ഞ ക്യാരക്ടർ ഡിസോർഡേഴ്സ് ഒക്കെ ഇല്ലേ, എല്ലാവരും സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള എത്രയോ ആണുങ്ങളുണ്ട്. പിന്നെ ഈ ടൈപ്പ് അസെക്ഷൽസ് ആയിട്ടുള്ളവരുടെ കൂടെയും ജീവിക്കുന്നുണ്ട്. പിന്നെ സെക്ഷൽ ഓറിയന്റേഷൻ അറിയാതെ ഇരിക്കുന്നവരോട് ജീവിക്കുന്നുണ്ട്. ചിലരൊന്നും അവരുടെ സെക്ഷുവാലിറ്റി പോലും വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളവർ പുറത്തിറങ്ങി വേറെ വല്ലതൊക്കെ കാണിക്കും, വീഡിയോ ഒന്ന് വേറെ കാണിക്കും. അങ്ങനെയുള്ളവരോട് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഈ ലിബിഡോ ഒക്കെ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ തമ്മിലല്ലല്ലോ കല്യാണം കഴിച്ചേക്കുന്നത്. ഇതറിഞ്ഞിട്ടാണ് ആരാണ്ട് കല്യാണം കഴിക്കുന്നത്. സത്യം പറഞ്ഞാല് ഒരു കല്യാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ സർട്ടിഫിക്കറ്റ് എടുക്കാതെ കല്യാണം ആരും കഴിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അയാളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന ഇയാൾ ഇന്നതാണ് ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ റിപ്രൊഡക്ഷൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സെക്സ്വൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ജാതകത്തിന് പകരവും. അതുപോലെ തന്നെ ഈ മറ്റേ മാട്രിമോണിയൽ സൈറ്റിൽ ഇടുമ്പോൾ ഇടേണ്ട സാധനങ്ങൾ അത് തമ്മിൽ മാച്ച് ആക്കിയിട്ട് കിട്ടിയ ഭേദമായിരിക്കും. ജനറ്റിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഫാമിലി ആണോ, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ആർക്കും പക്ഷെ എന്നാൽ പോലും അതൊക്കെ അറിയാമെന്നു. എന്നല്ല ഇതിനകത്തുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ അതിന് മുന്നേ ട്രീറ്റ്മെന്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും അറിയാതെയാണ് ഇവിടെ ഉള്ളവർ കിട്ടുന്നത്. ഇവർ പലരും അതിനെപ്പറ്റി ബോധപ്പെടുമല്ല. മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി സർട്ടിഫൈ ചെയ്യുന്ന സാധനങ്ങളായിരിക്കണം നമ്മൾ ജാതകത്തിന് പകരം ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവന്റെ സാലറി, വീട്, പറമ്പൊന്നും കണ്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീടിനകത്ത് ആ ആണിനെ പെണ്ണെ ആരും ആയിക്കോട്ടെ, ആ വീട്ടിലൊരു കൊലപാതകമോ ആത്മഹത്യ നടക്കുമെന്നുള്ള അല്ലാതെ വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. വീടും പറമ്പും കണ്ടിട്ടുണ്ടാക്കാൻ പോയാ. ഇതല്ല നമ്മുടെ വിഷയം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെങ്കിലും ഈ സാധനത്തിന് തെന്നി മാറാതിരിക്കാൻ നോക്കുക. ഓക്കെ.